മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു ആവി പറക്കണ ചൂടൻ ചിക്കൻ ദം ബിരിയാണിയുടെ മേക്കിംഗ് വീഡിയോ ആണ്. അതും ഒന്നും രണ്ടും പേർക്കല്ല, 50 പേർക്ക് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ തന്നെ തയ്യാറാക്കിയ ചിക്കൻ ദം ബിരിയാണിയാണിത്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി നേരെ നെസ്റ്റോയിലോട്ട് വിട്ടിട്ടുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും റൈസും അതിൻ്റെ ആക്സസറീസ് ഒക്കെ വാങ്ങണം. ഇവിടുത്തെ നമ്മൾ 3 വലിയ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 6.25 കിലോയ്ക്ക് എടുത്തിട്ടുണ്ട്. അതും 6.25 കിലോ ഇറച്ചി മാത്രമാണ് കേട്ടോ. അത് നമ്മൾ ബിരിയാണി പീസാക്കി കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിത് ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് കേട്ടോ. ഇവിടെ ഒരാഴ്ചയായിട്ട് മഴയൊക്കെ നിന്ന് തകർത്ത് പെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്ഥല പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ബിരിയാണി ഇത് കുക്ക് ചെയ്യുന്നത്, നമ്മുടെ കംപ്ലീറ്റ് പരിപാടികളും ചെയ്യുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ നമ്മളിതാ ഒരു 4-5 തവണയോളം കഴുകി അതിലെ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് കഴുകി മാറ്റിയെടുത്ത് ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കഴുകിയെടുത്ത് മാറ്റി വെച്ച ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 കപ്പ് തൈരുമാണ് നമ്മളിത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ചേർത്ത് ചിക്കൻ ഇതേപോലെ നന്നായിട്ട് അതിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ചിക്കൻ ഒട്ടും സെറ്റ് ആവട്ടെ, നമുക്ക് അടുപ്പ് റെഡിയാക്കിയാലോ. ഗ്യാസ് അടുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ബിരിയാണി പാത്രം വെക്കുവാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു 25 സവാള അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഈ എണ്ണയിൽ കിടന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി 2 നുള്ളി ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഇതേപോലെ കൂടുതൽ ആൾക്കാർക്കുള്ള ദം ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം. നമ്മുടെ സവാളയൊക്കെ ഇന്ന് വാടി വന്നപ്പോഴേക്കും അടുത്തത് നമ്മൾ ചേർക്കുന്നത് 15 തക്കാളി അരിഞ്ഞതാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ്. അതും കൂടി നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ്റെയും റൈസിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ക്ലിയർ ആക്കി തരാം. ചിക്കൻ നമ്മൾ 6.25 കിലോ ചിക്കൻ, അതായത് ഇറച്ചി മാത്രമാണ് 6.25 കിലോ എടുത്തിരിക്കുന്നത്. അതേപോലെ അരിയാണെങ്കിലും 5 കിലോ ബിരിയാണി അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൈമ റൈസാണ്. 50 പേർക്ക് നല്ല രുചികരമായി വയറ് നിറയെ കഴിക്കാൻ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ പാചകപ്പുരയിൽ ആളിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞ് അനന്തരവനാണ്. മസാലയുടെ മണമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ആൾ അകത്തുനിന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ. എന്നിട്ട് നൈസായിട്ട് ആ ചട്ടുകത്തിലൊക്കെ പിടിച്ചൊന്ന് ഇളക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചൂടൊക്കെ അടിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങ് ബാക്ക് ഔട്ട് ചെയ്തു. അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ 150 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, അതുപോലെ 100 ഗ്രാം പച്ചമുളക്, ഇത്രയും ചതച്ചതാണ് കേട്ടോ. അതിൽ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതിൽ ചേർക്കാനാണ് ബാക്കി നമ്മൾ മാറ്റി വെക്കുന്നത്. നമ്മൾ 5 കിലോ ബിരിയാണി കൈമേരി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഈ മസാലയിലേക്ക് നമ്മൾ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കന് നമ്മുടെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സും കൂടി നല്ല രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നല്ല കിഡിലനായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് വേവാൻ തുടങ്ങും കേട്ടോ. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ല സെറ്റായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. 1 കവർ മിൽമയുടെ തൈരാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ പുളിയുള്ള തൈരാണ്. തൈരൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ഇളക്കി നല്ല റെഡിയാക്കി എടുക്കണം. ഒരു 3 നാരങ്ങയുടെ നീരും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ മസാലയൊക്കെ തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടി മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർക്കുക. ഇനി ഒരു മസാലയുടെ ഒരു റെഡിഷ് കളറിന് വേണ്ടി മാത്രം ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ഈ ഒരു മസാലയിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പകരം പച്ചമുളക് അരച്ചതും അതുപോലെ കുരുമുളക് പൊടിയുമാണ് ഇതിലെ മെയിനായിട്ടുള്ള എരിവിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് കുരുമുളക് പൊടിയുടെ 1/4 ഭാഗത്തോളം നമ്മളിതാ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് മസാലയുടെ ടേസ്റ്റൊക്കെ നോക്കി, വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കി കുറച്ച് സോൾട്ട് സ്റ്റൈലിൽ അങ്ങോട്ട് വിതറിക്കൂ. നമ്മുടെ ചിക്കൻ മസാലയിൽ ചിക്കൻ ഇളകി പോകാത്ത രീതിയിൽ സൈഡ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതേപോലെ തീയുടെ അളവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല കൂട്ടാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി മസാലയിലേക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പൊടിച്ചെടുത്ത സ്പെഷ്യൽ മസാല കൂട്ടാണ്. ചെറിയൊരു മധുരിപ്പൊക്കെയുള്ള നല്ല അടിപൊളി നാടൻ ഗരം മസാലയാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണോളം നമ്മളിതാ ചിക്കൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനിയിപ്പം ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ മല്ലിയിലയാണ്. ഏകദേശം 1 കപ്പോളം മല്ലിയില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പുതിനയും 1 കപ്പോളം തന്നെ പുതിനയും നമ്മൾ ഈ നമ്മുടെ ചിക്കൻ മസാല കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ നീരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ മാംസത്തിനുള്ളിൽ ആ ഒരു ജ്യൂസാണ്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഈ ചിക്കൻ കുക്ക് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് നമ്മുടെ ചിക്കൻ്റെ നീരാണ്. ഈ നീരിനകത്ത് കിടന്നാണ് നമ്മുടെ റൈസ് കുക്ക്ഡായിട്ട് നമ്മുടെ ദം ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നൈസായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഇപ്പം പരുവായിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 80% കുക്ക്ഡായ ചിക്കനാണത്. ബാക്കി ഇനി ദമ്മിനകത്തിരുന്നാണ് വേവുന്നത്. അപ്പോൾ നമുക്ക് റൈസ് സെറ്റ് ചെയ്താലോ. റൈസിന് വേണ്ടി നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കഴുകി കുതിർത്ത് മാറ്റി വെച്ച അരിയാണ് കേട്ടോ. അരി അളന്നെടുത്ത പാത്രത്തിന്റെ 1.5 മടങ്ങ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. 50 പേർക്കുള്ളതായതുകൊണ്ടാണ് നമ്മൾ 1.5 മടങ്ങ് ചേർക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നേരെ ഇരട്ടി വെള്ളമായിരിക്കും ചേർക്കുന്നത്. അളന്നെടുത്തൊഴിച്ച വെള്ളത്തിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു 2 നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അരി ചേർത്ത് റൈസ് കുക്ക്ഡ് ആവുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്തത്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ നമ്മൾ ചിക്കൻ മാരിനേഷനിലും അതേപോലെ സവാള വാട്ടിയപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് മനസ്സിലുണ്ടാവണം. എന്നിട്ട് മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ക്യാരറ്റും മല്ലിയില പുതിനയില അരിഞ്ഞതും അതേപോലെ നമ്മുടെ മസാലക്കൂട്ട് ഗ്രാമ്പു കറിവേപ്പില പട്ട അതേപോലെ വയണയില ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്നതിന്റെ നമ്മൾ ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്. അതും കൂടി നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത ഉപ്പിന്റെ അളവ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഉപ്പ് ആ വെള്ളത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മളിതാ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമേരിയാണ് കേട്ടോ. 5 കിലോ കൈമേരിയാണ്. തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുക്കുമ്പോൾ പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ റൈസും മസാലയും എല്ലാം കൂടി നമുക്ക് അടച്ചു വെച്ചൊരു 80% നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് അടപ്പൊക്കെ തുറന്ന് വേവൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഒരു 80% കുക്ക്ഡ് ആയിട്ടുണ്ട്. അടിയിൽ ഇനി വളരെ കുറച്ച് മാത്രം വെള്ളമേ ഉള്ളൂ. അത് നമ്മൾ ദം ചെയ്യുമ്പോൾ ആ വെള്ളം കൂടി ചേർത്താണ് നമ്മൾ ദം ചെയ്യുന്നത്. റൈസിന്റെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല പക്കയാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ട്രക്ചറിൽ നല്ല വിട്ട് തന്നെ റൈസ് നമുക്ക് കുക്ക്ഡായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ മസാല പാത്രം വീണ്ടും നമ്മൾ ചെറിയൊരു ഫ്ലെയിമിൽ അടപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മളിപ്പോൾ ഒരു 80% കുക്ക്ഡായിട്ട് നമ്മൾ എടുത്ത റൈസ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ ചിക്കൻ്റെ മസാലയിലേക്ക് റൈസ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ദം ചെയ്താണ് നമ്മുടെ ബിരിയാണി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലിപ്പോൾ ചിക്കൻ്റെ ആ ഒരു നീരും ചിക്കൻ്റെ ജ്യൂസും അതേപോലെ നമ്മുടെ റൈസിലുള്ള ചെറിയൊരു വെള്ളത്തിൻ്റെ നനവുണ്ടല്ലോ, ഈ ആ ഒരു വാട്ടർ കണ്ടന്റ് കിടന്നാണ് നമ്മുടെ ചിക്കനും റൈസും കൂടി കുക്ക്ഡായിട്ട് നമുക്ക്
പക്ക നമ്മുടെ ചിക്കൻ ദം ബിരിയാണി നമുക്ക് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഏറ്റവും അടിയിൽ ചിക്കൻ, അതിന് മുകളിൽ ദാ ഓരോ ലെയറായിട്ട് ഇങ്ങനെ നമ്മുടെ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാഷ്യൂനട്ടും കിസ്മിസും സവാള വറുത്തതും ഒക്കെ ചേർക്കാം കേട്ടോ. അതേപോലെ മല്ലിയില പുതിനയില അരിഞ്ഞതും ഒക്കെ ചേർക്കാം. ഞങ്ങളിത് പക്ഷേ ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ദം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമുക്ക് സവാളയും കാഷ്യൂവും കിസ്മിസും ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് അതൊക്കെ ചേർക്കുന്നത്. ഇതിപ്പോൾ എന്താ ഏറ്റവും മുകളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മളിനി ദമ്മിടുമ്പോഴേക്കും നമ്മുടെ സ്റ്റൗവിൻ്റെ തീ നമുക്ക് ദമ്മിടാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് ചിരട്ടയും തൊണ്ടിൻ്റെയൊക്കെ പീസൊക്കെ എടുത്തിട്ട് ഒരു ചിരട്ടയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ആ ബാക്കിയുള്ള ചിരട്ട പീസും നമ്മുടെ തൊണ്ടിൻ്റെയൊക്കെ പീസൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി. അത് തന്നെ അവിടെ ഇരുന്ന് കത്തി നല്ല കിടിലൻ കനൽ നമുക്ക് കിട്ടും. ഒരു 4-5 ചിരട്ട കൂടി നമ്മൾ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തീ പിടിച്ച് കത്തി നല്ല സെറ്റായിട്ടുള്ളൊരു കനലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കത്തിച്ച തീയൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് അടഞ്ഞിട്ട് നല്ല അടിപൊളി കനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിരുന്നാണ് ഇവർ ഇനി ദമ്മായിട്ട് വരുന്നത്. ഒരു അരമണിക്കൂറോളം ഇതുപോലെ ഇരുന്നാണ് നമ്മൾ നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ അരമണിക്കൂർ കഴിഞ്ഞ് ദമ്മ് നമ്മൾ മാറ്റുകയാണ് കേട്ടോ. ദമ്മിൻ്റെ മൂടിയൊക്കെ മാറ്റിയപ്പോഴേക്കും റൈസ് നമ്മുടെ ചിക്കനൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ റൈസ് പ്രത്യേക ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. റൈസും അതേപോലെ മസാലയും സെപ്പറേറ്റ് ചെയ്ത് 2 പാത്രത്തിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഏറ്റവും മുകളിലുള്ള നമ്മുടെ റൈസും പ്ലെയിൻ റൈസും അതിന് താഴെയുള്ള മസാല ചേർന്ന റൈസും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ പാത്രത്തിലിട്ട് തന്നെ അതും 2 കൂടി ഇന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ചിക്കൻ്റെ ഗ്രേവിയും പീസുകളും നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ഇതാണ് നമ്മുടെ റൈസ് മിക്സിംഗ് എന്ന കലാപരിപാടി. ആ മസാല ചേർന്ന റൈസും അല്ലാത്ത വൈറ്റ് റൈസും എല്ലാം കൂടി നമ്മൾ ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ സവാള വറുത്തതും കാഷ്യൂനട്ടും കിസ്മിസും മല്ലിയില പുതിനയില അരിഞ്ഞതെല്ലാം കൂടി നമ്മൾ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സെപ്പറേറ്റ് ചെയ്തെടുത്താലോ. നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി മിക്സ് ചെയ്ത് വെച്ച റൈസിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും സവാള വറുത്തൊക്കെ ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ ബിരിയാണി ചെമ്പിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ചെമ്പിൽ നിന്ന് കുറച്ച് വീതം റൈസും മസാലയും ചിക്കനും കൂടി എടുത്ത് മിക്സ് ചെയ്താണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് ടൈം എത്തിയിരിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്ത നമ്മുടെ നല്ല കിട്ടുക്കാച്ചി ചിക്കൻ ദം ബിരിയാണി നമ്മളിതാ നല്ല വാഴയിലേക്ക് അങ്ങോട്ട് വെട്ടിയിട്ട് അതിലാണ് കഴിക്കുന്നത് കേട്ടോ. സംഗതി അങ്ങോട്ട് വിളമ്പിയപ്പോൾ തന്നെ നല്ലൊരു അരോമയായിരുന്നു കേട്ടോ. ആ ചിക്കൻ്റെയും ആ ഒരു മസാലക്കൂട്ടിൻ്റെയൊക്കെ. റൈസാണെങ്കിലും ചിക്കനാണെങ്കിലും നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു. ചിക്കനൊക്കെ നല്ല ഫ്ലഫി ആയിട്ടുണ്ടായിരുന്നു. പക്ക കുക്ക്ഡായിട്ടുള്ള റൈസും സെറ്റായ മസാലയും എല്ലാം കൂട്ടി കൂടെ നമ്മുടെ സാലഡും അച്ചാറും ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, സംഗതി വേറെ ലെവലാണ് മക്കളെ. ഇത്രയും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തന്നെ ചിക്കൻ ദം ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ എന്ന്. അതുപോലത്തെ നല്ല ലെവലിലുള്ളൊരു പക്ക ക്വാളിറ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ കുക്ക് ചെയ്തിട്ട് എല്ലാവരും ഇതേപോലെ കഴിച്ച് നല്ല സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ആൾക്കാരൊക്കെ ഉള്ള ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും വീട്ടിൽ സ്വന്തമായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഈ ചിക്കൻ ദം ബിരിയാണിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അത് മാത്രമല്ല മറ്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. മാത്രമല്ല ഇതുപോലുള്ള വെറൈറ്റി ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഫുഡ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ മോർ കിടിലൻ അപ്ഡേറ്റ്സ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.